ഹലോ എവരിബഡി, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പോൾ ഒരു ഡേ മേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ സംഘത്തിനൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ദേ അമ്പാടി ഇവിടെ ഉണ്ട്. അച്ഛൻ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഒരുങ്ങുകയാണ് ഗൈസ്. അമ്മ കൊടുത്തു വിട്ട പെട്ടിയിലെ സാധനങ്ങൾ ഏതേലും ഒന്ന് ഇട്. വെറൈറ്റി സ്പ്രേ ഉപയോഗിക്കുന്നു. ചിലത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. മണമുണ്ടോ നോക്കട്ടെ. ഇവിടെ എനിക്ക് മണം അറിയത്തില്ല. എനിക്ക് മണം അറിയത്തില്ല. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുക. അടിച്ചേതേല് എന്നാ എനിക്കും വേണം. എനിക്ക് വേണം. ചെവിക്കകത്ത് വയ്ക്കും. ഇവിടെ ചെവിക്കകത്തല്ലടാ, ഇവിടെ ഇങ്ങനെ സ്പ്രേ അങ്ങനൊക്കെ ഉപയോഗിക്കണമെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, എവിടെയെങ്കിലും സ്പ്രേ ഉപയോഗിക്കണമെന്നൊക്കെ പറയാം. നമുക്കറിയത്തില്ല. അറിയാവുന്ന പോലെ നമ്മളങ്ങ് തകർക്കുക. അങ്ങനല്ല, അതിനൊരു വശം അറിയുന്നേ ഇല്ല. എനിക്ക് പിടിച്ച പണി എടുത്തോന്നില്ല. മാരകമായ രോഗം കുഞ്ഞറ്റ പോലെ. എനിക്ക് ചുമച്ചിട്ട് കൊരയെന്ന് പറയും. ചാവി എടുത്തോ, ബൈക്കിന്റെ കാറിന്റെ എടുത്തോ. ഇന്നലെ പോയിട്ട് പോസ്റ്റ് കഴിച്ചെന്റെ വാച്ച് മൊബൈലോട്ട് കണക്ട് ചെയ്തോ? ഇല്ല. അതിന് മൊബൈലോട്ട് കണക്ട് ചെയ്യാത്തേ? കണക്ട് ചെയ്യണം. സ്റ്റാഫ് മാറ്റാൻ പോകും. ഇതിന് നല്ല മറ്റേതല്ലേ? ഇതോ? അല്ല ആൻറ്റി, ഇതെന്നിട്ട് യുവർ ചോയ്സ്. അയ്യോ, ഇന്നലെ നല്ല മഴയായിരുന്നു. എന്തി നമ്മുടെ ഫോൺ അവിടെ പോകുന്നുണ്ട്. മാറ്റിയോ? വാ പോവാ. ഇന്നലത്തെ മഴ മൊത്തം നനഞ്ഞു മാറി. കണ്ടില്ലേ തുണിയെല്ലാം വിരിച്ചിട്ട്. ബൈക്കിന്റെ ചാവി ഇടാം. ഇത് അകത്ത് കയറ്റുന്ന മോനെ വെട്ടത്തിൽ. ഇതിരുന്ന് മഴ തന്നെ. ഇത് കുറെ ദിവസമായല്ലോ. നോക്കാം. കയറ്റി വെക്കണം കേട്ടോ. ഈ ഓലമടലെല്ലാം അത് ഇന്നലെ കാറ്റത്തും ഒരു പരിപാടിയുണ്ട്. ഈ വെള്ളം കൊണ്ട് എടുത്തുള്ള ഇതാ കുഴപ്പം. ഒത്ത ചളിയാവും. ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പുതിയ ലുക്ക് കണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറയണേ. ഞങ്ങളന്ന് ചെറുകോൽപ്പുഴയിൽ നിന്ന് മേടിച്ചെൻ്റെ കണ്ണാടി, എൻ്റെ തൊപ്പി, കുഞ്ഞിൻ്റെ തൊപ്പി അങ്ങനെയൊക്കെ ഇന്ന് ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് പോകുന്നത്. അതേ ചെറുകോൽപ്പുഴയിൽ മേടിച്ചു ടീഷർട്ട് എല്ലാം. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല ഈ സാധനം വാങ്ങിച്ച. അന്ന് അതൊക്കെ മേടിച്ച്. ഇത് വാങ്ങിച്ച ഞാൻ കണ്ടില്ല. പക്ഷെ വീഡിയോ ഇട്ടപ്പോൾ വീഡിയോക്കകത്തൊന്നുമില്ല. ആ വീഡിയോ പോയെന്തോ എന്നാണ് ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നലെ നീട്ടപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് മേടിച്ച് ഒരു പല്ലാസയെ മേടിച്ചായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അവൻ്റെ പനി അവൻ എനിക്കൂടെ തന്ന്. ഇപ്പം എനിക്കും ചുമയും തൊണ്ടവേദനയൊക്കെ ആയി. മൊത്തത്തിലാകെ പ്രശ്നമാണ്. സാധാരണ എനിക്ക് പനി പിടിച്ചിട്ട് അത് ഇവനിലോട്ട് പകരുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം അത് നേരെ തിരിച്ചായിരുന്നു. അവരെവിടുന്നോ പനി കൊണ്ടുവന്ന് അത് എനിക്കൂടെ തന്നു. ഇതൊന്നും മനഃപൂർവ്വം അങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എറിഞ്ഞു തരുന്നതല്ലേ. ഇന്നലെ ആകെ മഴ പെയ്തിട്ട് ആകെപ്പാടെ ഒന്നാമത് റോഡ് മോശമാണ്. പിന്നെ മഴയും കൂടെ പെയ്തപ്പം കുശാലായി. വെയിൽ നേരെ മുഖത്തോട്ടടിക്കുന്നത്, അതുകൊണ്ടൊന്നും കാണാൻ വയ്യ. ഗൈസ്, അച്ഛൻ ഞങ്ങളെ ഇട്ടിട്ട് പോയി. അതെ, പോകുന്നുണ്ട്. കാണാവോ ഇല്ലേ? ഇവളത്ര ജീവിയാലും ഉള്ള കൂടി ഇങ്ങനെ നടക്കത്തുള്ളൂ. നീ എത്ര ജീവിയാലും ഇൻ്റെ കൂടി ഇങ്ങനെ നടക്കത്തുള്ളൂ. എന്ത് ചെയ്യാനാ? എല്ലാവർക്കും എന്നെ പോലെ സൗന്ദര്യം കിട്ടണമെന്നില്ലല്ലോ. നീ അങ്ങനെ വെച്ചേ, എല്ലാവർക്കും എന്നെ പോലെ സൗന്ദര്യം കിട്ടണമെന്നില്ല. ഉള്ളാരും പറഞ്ഞ കണ്ടോ, കാറിൻ്റെ അടുത്തെത്തി. കാറൊന്നും വെള്ളമൊന്നും ആയില്ല. പക്ഷെ കാറൊന്ന് കഴുകണം വെച്ചേ, ഭയങ്കര ചെളിയായിട്ടുണ്ട്. ഓയില് നോക്കണോ? വേണ്ടല്ലോ, അന്ന് നോക്കിയതാ, വേണ്ട. ഭയങ്കര ചെളിയായി. ബോണറ്റിലിട്ടാ ചെളി കാണണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത്രയ്ക്ക്. ശരിക്കും വെള്ളയിൽ അങ്ങനെ അറിയത്തില്ല. തുറന്നു തരാം. ഇപ്പോഴേ വീതടിക്കാൻ തുടങ്ങി. എന്താ ഇന്നലെ പെട്രോൾ പമ്പും ഇല്ല. നമ്മൾ പക്ഷെ അങ്ങോട്ട് പോയപ്പോ തന്നെ അടിക്കുമായിരുന്നെങ്കിൽ. അങ്ങോട്ട് പോയപ്പോ ഉണ്ടായിരുന്നു. നമ്മള് തിരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്നപ്പോഴാ അടച്ചത്. ഇതിങ്ങനെ കുഴപ്പമുണ്ടോ? അവിടെ പോയി അടിച്ചിട്ട് വരണോ? സമയം എന്താ ഇവനെ? കുഴപ്പമൊന്നുമില്ല. സമയം എന്താ മോളെ? സെറ്റ് ഓഫ് ചെയ്തില്ലായിരുന്നു ഇന്നലെ? ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഞാൻ പഠിക്കുന്ന സ്കൂൾ 10 ആയിട്ടുണ്ട്. എല്ലാരും വരുമ്പം 10 ആവുമായിരിക്കും അല്ലേ മോനെ? പിന്നെ 10 പോയി അടിച്ചിട്ട് വരണം. പേഴ്സ് എടുത്തില്ലായിരുന്നു മോനെ അച്ഛടെ? മറ്റേ കവർ മാറ്റിയതിന് ശേഷം ഇപ്പൊ അതിനകത്ത് എടുത്തില്ലല്ലേ. അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഇടക്കിടക്ക് മറക്കുന്നുണ്ട്. അല്ല പിന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോ അവിടെ പോയി അടിച്ചിട്ട് കയറി വരണം. പക്ഷെ അത്രയൊന്നും കിട്ടുമായിരിക്കും. എന്നാലും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇനി പോയിട്ട് നല്ല സംഘം തുടങ്ങും, താമസിക്കല്ലേ. അത് നമ്മള് ബൈക്കിൽ വന്നിട്ട് ഇവിടെ കേറാൻ പറ്റിയില്ല. വണ്ടിക്കകത്തുള്ള പെട്രോൾ കൂടെ ഇന്നലെയാണോ പെട്രോൾ പമ്പും ഇല്ല? പെട്രോൾ പമ്പ് ഉണ്ടായിരുന്ന പോലെ നമ്മള് അങ്ങോട്ട് പോയപ്പോ നമ്മൾ അടിക്കാഞ്ഞതുകൊണ്ട് പറ്റിപ്പോയതാ. ഞാനൊന്നേ ഉണ്ട്, അന്നേരം ഉണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോയത് 9 മണിക്കാണ്. 9:15 ഇല്ലേ മോളെ? 9:15 കഴിയും. 9:15 ഞാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. പിന്നെ അവിടുന്ന് ഒരുങ്ങി പോയി കഴിച്ച്. അതിന്റെ വീഡിയോ ഉണ്ട്, അത് അല്ലാതെ ഇടാം അല്ലേ മോനെ? ഷോർട്സിലിടാനോ? പള്ളി രാവിലെ പ്രാർത്ഥന തുടങ്ങും. 9 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ പള്ളി തുടങ്ങും. ഈ വണ്ടിയെല്ലാം അവരുടെയാണോ? അപ്പോൾ 1, 2, 3 വണ്ടി. അതെ, കുന്നെന്ന് പറയുന്നത് കുന്നെന്നാ. കട്ട ചാടി. ഇല്ല ഇവിടെ വരുന്നത്
കഷ്ണം ഇതാ. ഈ റോഡൊക്കെ കണ്ടോ കിടക്കുന്നത്? റോഡും പടഞ്ഞ് കിടക്കുക, അതിനോട് മുതു കയറ്റം. ഇതൊക്കെ ഇനി ശരിയാക്കുന്ന കണക്ക. ഇതുപോലത്തെ കുത്തിപ്പൊളിച്ച് പോവുക. ഒന്നാമത് ആൾക്കാർ കുറവാണ് ഇവിടെ താമസത്തിന്. ഇവിടെ ഏരിയ പക്ഷെ നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ തണുപ്പാ. കുറെ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നല്ല നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴെല്ലാം നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതിന് നമുക്കൊരു സന്തോഷമുള്ളൂ. ഇവിടെ എവിടെ ഒതുക്കാം. ആ വീട്ടിലോട്ടുള്ള വഴിയാണ് താമസമുള്ള വീടാണോ? പിന്നെ ഇല്ലില്ല, ആ ഉണ്ട്. അറിയത്തില്ല. ഇല്ലില്ല, താമസം. സുബിൻ ചേട്ടൻ നേരത്തെ കൊണ്ടുപോയി വണ്ടി അവിടെ. അതിന്റെ ഫ്രണ്ട് ഒതുക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? കട്ടറായിരിക്കും, അത് അവൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്തോ. നോക്കി. ഓ, കട്ടിങ്ങാ. അപ്പുറം ഇപ്പുറം ഇട്ട് ഞാനും പേഴ്സും മൊബൈലും ഒക്കെ അതിലുണ്ടാവോളെ. വണ്ടി കുത്തി കയറ്റിയിട്ടു. ഇവിടെ എല്ലാ വീട്ടിലും വാഹനങ്ങളുണ്ടല്ലോ. ഇന്നലെ പോയി നോക്കിയിരുന്നോ പറഞ്ഞേ? ഓ, ഞാൻ പോകാൻ സമയം കിട്ടില്ല. എന്തിനാ ഇന്ന് പറ്റുമോ? ഇതിപ്പോ ഇത് സംഘം കഴിഞ്ഞിട്ട് അണ്ണനെ ഒന്ന് വിളിക്കാം. അപ്പോഴത്തേന് അണ്ണനും പള്ളി കഴിഞ്ഞ് വരട്ടെ. കുറച്ച് നേരം വീഡിയോ എടുത്തോ. മടിച്ചോ? മടിച്ച് തന്നെ. ഈ വർക്കുള്ളല്ലേ വീടിൻ്റെ? വയ്യ. അതൊക്കെ ഓക്കെ. ഇതുപോലത്തെ ചെയ്ത ഇഷ്ടം പോലെ ഞാൻ ചെയ്തുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ സംഘത്തിന് പോയി. സംഘത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഒത്തിരി ആളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സംഘത്തിലെ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. അവിടെ നിന്ന് സംഘം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പമ്പി വന്നു, പെട്രോൾ അടിച്ചു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. വേറെ ചില പരിപാടികൾ കുറവാതെ പമ്പ് തന്നു, പെട്രോൾ അടിച്ചു. പക്ഷെ ആ വീഡിയോ എടുക്കാൻ മറന്നു സത്യം ഇല്ല മോനെ. ഉറങ്ങിയോ? ചില സമയത്ത് അങ്ങനെ എടുക്കുന്ന ആരും മറന്നു പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിനി എത്തിയില്ല. ചേത്തക്കൽ അമ്പലത്തിലെ ഉത്സവം. എരുമേലി അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. അവിടെ ഇന്ന് ഗാനമേളയാ, ആരുടെയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഇന്ന് ബുക്കിനാണ് പാടാൻ അമ്പലത്തിൽ ഭയങ്കര പരിപാടിയാണ്. ഇനി ഘോഷയാത്ര
കോട്ടക്കൽ അമ്പലത്തിൻ്റെ ഘോഷയാത്ര നമ്മുടെ ഇടമണ്ണി വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ട്. ഭയങ്കര ഒച്ച ഉള്ളതുകൊണ്ട് വ്യക്തമാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് സൗണ്ട് കൊടുക്കണ്ടേ? യൂട്യൂബിൽ ഇടും. ഭയങ്കര ഘോഷയാത്ര. അതേപോലെ അടുത്ത അതിലും ഭയങ്കര ഘോഷയാത്ര ഇവിടെ. നല്ല നല്ല ഘോഷയാത്രയാണ് ഇവിടെ അമ്പലത്തിൽ നടത്തുന്നത്. ഐസ്ക്രീം ഇപ്പൊ എല്ലാവരും CT100 ഞാൻ കൊറേ കാണാൻ തുടങ്ങി. ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു കളറ് ബ്ലൂ ആ കൂടുതൽ കണ്ടിട്ടുള്ളേ. ബ്ലൂവും ബ്ലാക്കും. ആ രണ്ടെണ്ണോ. എന്തോടാ സമയം ചേത്തക്കമ്പലത്തിന് മുമ്പിൽ വന്നു. ദേ ഇപ്പഴേ ഐസ്ക്രീം വണ്ടി കൊണ്ടിട്ടു. വൈകിട്ടത്തെ ഗാനമേളക്കുള്ള ഐസ്ക്രീമാ. എത്ര പേരെ പനി പിടിപ്പിക്കാനുള്ള സാധനമാണ് കിടക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുക. പോ ഇതിനിടയ്ക്ക് ഒരു പരിപാടി പറ്റി. ഒത്ത കാറ്റ് കാരണം സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. എന്നാ നമ്മള് ഗ്ലാസ് കയറ്റിയിടാതെ കൊണ്ടുള്ള സംസാരമായതുകൊണ്ട് ഇന്നലെ പെട്രോള് ഇന്നലെ അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് AC അടിച്ചു. കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു. ചൂട് കാറ്റാ. കുഞ്ഞാറ്റോന് പനി. തുമ്മല്. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ പനി വന്നതിനാ ഭയങ്കര ആകെ വയ്യാതാവും. അല്ലെങ്കിൽ യാത്ര ചെയ്ത ക്ഷീണം. കുഞ്ഞാറ്റോന് വണ്ടിയെ കയറിയ ക്ഷീണം. കിടന്നു വന്നു കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെയും വീഡിയോ പിടിക്കുന്ന കാര്യം ഞങ്ങൾ മറന്നു. വീട്ടിൽ നാളെ പണിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം. അപ്പം ഇരുന്നുകൊണ്ട് അവിയലിന് അരിയുമായിരുന്നു. ഞാൻ ഇപ്പോഴേ അരിഞ്ഞു വെച്ചാൽ നാളത്തേന് പണി കുറച്ച് ഈസി ആവും. അതുകൊണ്ടെല്ലാം അരിഞ്ഞു വെക്കുക. ഇത്ര അരിഞ്ഞു. ഇവിടെ ദോശ ഉണ്ടാക്കുക. കുഞ്ഞാറ്റോ സത്യം പറഞ്ഞ ആ കാര്യമാണ് വിട്ടുപോയി. വന്നിട്ടുള്ള അതാണ് അല്പം ചേന ഉണ്ട്, അതുകൂടെ ചേർക്കാം. അവിയലും പിന്നെ അവിയലിനകത്ത് ചേർക്കുന്നത് സാമ്പാറിനകത്തിലൊന്നും അല്ലല്ലോ ചേർക്കുന്നത്. നീ കഴിക്കണ്ട, ഞങ്ങൾ കഴിക്കും അല്ലേ മോനെ. പിന്നെ മോരുകറിയുണ്ട്, പിന്നെ അച്ചാറും മീൻ വറുത്തതും. നാളെ ഭയങ്കര മഴ. ചേത്തക്ക് ഇന്ന് ഗാനമേളയുണ്ട്. അത് നമ്മൾ നേരത്തെ മഴയില്ലെങ്കിൽ പോയ നാളെ പണിക്കും ഉണ്ട്. അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വിളിച്ചു ചോദിക്കായിരുന്നു അവിടെ ഗാനമേള തുടങ്ങിയോ അറിയാൻ ആരെങ്കിലും വേണ്ടേ. സന്തോഷമായിട്ട്